നമസ്കാരം. ഇന്ന് ബി.ജെ.പിയുടെ സൂപ്പർ സ്റ്റാർ എന്ന് പറയുന്ന നമ്മുടെ സുരേഷ് ഗോപിയെ കുറിച്ച് എല്ലാ മലയാളികൾക്കും സുപരിചിതമാണ്. അദ്ദേഹം പറയുന്നത് തന്നെ തന്റെ നിയോഗമാണ് ഇതെല്ലാം എന്നാണ്. ജനങ്ങൾക്കായി അദ്ദേഹം ചെയ്യുന്ന സേവനങ്ങളെല്ലാം നമുക്കറിയാം. അതെല്ലാം അദ്ദേഹം ഒരു നിയോഗമായിട്ടാണ് കാണുന്നതെന്നാണ് എപ്പോഴും പറയാറുള്ളത്. എന്തായാലും അദ്ദേഹത്തെ കുറിച്ച് ഒരുപാട് നടന്മാരെല്ലാം വാ തോരാതെ സംസാരിച്ച സമയങ്ങളുണ്ട്. ഇപ്പോൾ വിജയം കൈവരിച്ചതിന് പിന്നാലെ ഒരുപാട് സിനിമാ താരങ്ങളാണ് അദ്ദേഹത്തിന് പിന്തുണയുമായി എത്തിയത്. ഇപ്പോഴിതാ രംഗത്ത് വന്നിരിക്കുന്നത് നമ്മുടെ മലയാളത്തിന്റെ സ്വന്തം വേണുഗോപാലാണ്. സുരേഷേ, കേരള രാഷ്ട്രീയത്തിലെ ഒരു ചരിത്ര നിയോഗ നിമിഷത്തിലാണ് നിങ്ങളെന്നറിയാമോ? ഫോണിലൂടെയുള്ള എന്റെ ചോദ്യത്തിന് സാക്ഷാൽ സുരേഷ് ഗോപിയുടെ മറുപടി ഇങ്ങനെ: വേണു, എന്റെ മനസ്സിൽ വേറൊന്നുമില്ല. ഞാൻ ജയിച്ചാൽ കേരളത്തിലെ ജനങ്ങൾക്ക് കൊള്ളാം, തോറ്റാൽ രാധികയ്ക്കും മക്കൾക്കും കൊള്ളാം. ഈ മനുഷ്യൻ എന്നും ഇങ്ങനെയായിരുന്നു. ഗായകൻ ജി വേണുഗോപാൽ പറയുന്നത് ഇങ്ങനെയാണ്: പ്രത്യേകിച്ചൊരു ആസക്തി ഒന്നിനോടുമില്ലാതെ തന്നിലേക്ക് എത്തിച്ചേരുന്ന ജോലി പൂർണ്ണതയോടെ ചെയ്യാൻ തന്നെ മെഴുകുതിരി പോൽ ഒരുക്കുന്ന ഒരുത്തൻ. സുരേഷ് ഗോപിയുമായുള്ള സൗഹൃദവും ചില ഓർമ്മക്കുറിപ്പുകളും ഫേസ്ബുക്കിലൂടെ പങ്കുവെക്കുകയാണ് ജി വേണുഗോപാൽ. ആ കുറിപ്പിന്റെ പൂർവ്വരൂപം ഇങ്ങനെയാണ്: 38 വർഷങ്ങൾക്ക് മുൻപ് ഞാൻ പരിചയപ്പെട്ട അഭിനയമോഹിയായ ആ സുന്ദര ചെറുപ്പക്കാരനെ ഞാൻ ഓർത്തെടുക്കാൻ ശ്രമിച്ചു. ഇഷ്ടപ്പെട്ട ഇടങ്ങളിൽ നിന്ന് കടുത്ത വാക്കുകൾ നേരിടേണ്ടി വന്നാൽ കണ്ണു നിറച്ചിരുന്ന ഒരു സുരേഷിനെ എനിക്കറിയാം. പിൽക്കാലത്ത് അറിയിക്കുന്ന ആക്ഷേപ വാക്കുകളും ചതിയുടെ 18 അടവുകളും നേരിടേണ്ടി വരുമ്പോൾ ഉള്ളിൽ രോഷം പതഞ്ഞു പുകഞ്ഞ് നിയന്ത്രണം വിട്ട് പെരുമാറുന്ന സുരേഷിനെയും എനിക്കറിയാം. പക്ഷെ അവിടെയൊന്നും കൗശലക്കാരനായ ഒരു കാരിയറിസ്റ്റ് സുരേഷിനെ ഞാൻ കണ്ടിട്ടില്ല. പൊളിറ്റിക്കലി കറക്റ്റായ വാക്കുകൾ ഒരിക്കലും സുരേഷ് ഗോപി പറഞ്ഞിട്ടില്ല. സുരേഷിനെ ഇഷ്ടപ്പെടുന്നവർ അത് പ്രതീക്ഷിച്ചുമില്ല. 10 വർഷങ്ങൾക്ക് മുൻപ് നരേന്ദ്രമോദിയുടെ സന്ദേശവാഹകൻ സുരേഷിനെ തേടിയെത്തുമ്പോൾ സന്ദർഭവശാൽ ഞാൻ സുരേഷിനൊപ്പമുണ്ട്. ഇഷ്ടമുള്ളൊരു നേതാവിനെ കാണാൻ, സംസാരിക്കാനായിരുന്നു അന്ന് സുരേഷിന് താല്പര്യം. കേരള ബി.ജെ.പിയുടെ നായകസ്ഥാനം സുരേഷിലേക്ക് എത്തിച്ചേരുന്നു എന്ന് കേട്ടപ്പോൾ ഞാൻ വിളിച്ചു. ഒരിക്കലും ഞാനത് ഏറ്റെടുക്കില്ല എന്ന് പറഞ്ഞു. പിൽക്കാലത്ത് കേന്ദ്രമന്ത്രി പദവി ഒരു തളികയിൽ വെച്ചു നീട്ടി അതേ സന്ദേശവാഹകൻ എത്തുമ്പോൾ സുരേഷ് ഗോപി കൃത്യമായി പറഞ്ഞു: ഞാൻ ആദ്യം ഒരു ഇലക്ഷൻ ജയിക്കട്ടെ, എന്നിട്ട് മതി. രാഷ്ട്രീയത്തിൽ ഇത്രയും ഒഴിഞ്ഞുമാറലുകൾ സാധ്യമാണോ? മേലാളന്മാർ അത് സമ്മതിക്കുമോ? ഞാൻ ചോദിച്ചു. എന്നെ ജനത്തിനും പാർട്ടിക്കും വേണമെങ്കിൽ മതി വേണു. ആ ഒരു അവസരം വരട്ടെ, ഇല്ലെങ്കിൽ വേണ്ട. ബി.ജെ.പി പോലത്തെ ഒരു കേഡർ ബേസ്ഡ് പാർട്ടിയിൽ അതോടെ സുരേഷ് ഗോപി നിഷ്പ്രഭനാകുമെന്ന് ഞാൻ ഉൾപ്പെടെ പലരും വിശ്വസിച്ചു. ഇത്തവണത്തെ ഇലക്ഷന് മുൻപ് സുരേഷ് പാർട്ടിക്ക് മുൻപിൽ വച്ച ഒരാവശ്യം 2 വർഷം തനിക്ക് സിനിമയ്ക്ക് വേണ്ടി മാറ്റി വെക്കണമെന്നതാണ്. എന്റെ വരുമാനം അതാണ്, കുടുംബത്തെ പോറ്റണം. കിട്ടിയതിനേക്കാൾ ഏറെ കൊടുത്തിട്ടുള്ള ഒരുത്തനാണ് സുരേഷ് എന്നത് ജനങ്ങളെപ്പോലെ പാർട്ടിയും തിരിച്ചറിഞ്ഞു. അത്യാപൂർവമായ ഈ നിസ്സംഗ സേവന സ്വഭാവം മറ്റുള്ളവരിൽ നിന്നെല്ലാം സുരേഷിനെ മാറ്റി നിർത്തുന്നു. ഇലക്ഷൻ ക്യാമ്പയിൻ കഴിഞ്ഞ് തളർന്ന് തരിപ്പണമായി വീട്ടിൽ ചികിത്സയുമായി കഴിയുന്ന സുരേഷിനെ ഞാൻ മടിച്ചു വിളിച്ചു. എനിക്ക് എത്തിച്ചേരാൻ സാധിച്ചില്ല, വിജയം ആശംസിക്കുന്നു, സുരേഷ് പറഞ്ഞു. എന്നോടൊപ്പമുള്ളവരോടെല്ലാം ഞാൻ പറഞ്ഞതാണ്: ആരും എന്റെ ക്യാമ്പയിന് വരണ്ട. സോഷ്യൽ മീഡിയയിൽ തെറി എനിക്ക് പരിചിതമാണ്. നിങ്ങൾക്കത് ബുദ്ധിമുട്ടാകും. ഇവിടെ കേരളത്തിൽ തൊട്ടുകൂടാത്ത തീണ്ടിക്കൂടാത്ത പാർട്ടിയാണ് ബി.ജെ.പി. അത് മാറി വരും. MP ആയാലും ഇല്ലെങ്കിലും മന്ത്രി ആയാലും ഇല്ലെങ്കിലും സുരേഷ് നല്ലത് മാത്രമേ ആഗ്രഹിക്കൂ എതിരാളികൾക്കും. കേരളത്തിന് വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്യുമാറാകട്ടെ സുരേഷെ. ചന്ദ്രൻ പോലെ മുഴുവൻ അങ്ങ് അരഞ്ഞില്ലാണ്ടാകേണ്ട ആവശ്യമില്ലെന്ന് ഞാൻ സുരേഷിനെ ഇടയ്ക്കിടയ്ക്ക് ഓർമ്മപ്പെടുത്താറുണ്ട്. ഒരൽപ്പം തടി, പരിമളം, ആരോഗ്യം രാധികയ്ക്കും കുടുംബത്തിനും ഞങ്ങൾക്ക് കുറച്ച് സുഹൃത്തുക്കൾക്കും ബാക്കി വെക്കുക എന്നാണ് ജി വേണുഗോപാൽ പറയുന്നത്.